ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നും മറ്റു ബാങ്കുകളിലേക്ക് എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാം. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റു അക്കൗണ്ടിലേക്ക് എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷൻ്റെ ലോഗിൻ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം, അതുപോലെ MPIN എങ്ങനെ റീസെറ്റ് ചെയ്യാം, ATM കാർഡ് പിൻ നമ്പർ എങ്ങനെ റീസെറ്റ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നും മറ്റ് ബാങ്കുകളിലേക്ക് എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങളുടെ SIB മിറർ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ ഫണ്ട് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റൻ്റ്ലി ട്രാൻസ്ഫർ എന്നൊരു ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അതർ ബാങ്ക് SIB ബാങ്ക്, അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കും മറ്റു ബാങ്കുകളുടെ അക്കൗണ്ടിലേക്കും മണി ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ അതർ ബാങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതായത് നിങ്ങൾ ഏത് ബാങ്കിലേക്കാണോ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം IFSC കോഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബ്രാഞ്ച് അവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം, ബാങ്കിൻ്റെ പേരും. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ, അതായത് ആ അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേരാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം എത്ര എമൗണ്ടാണ് അയക്കുന്നത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ റിമാർക്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ നിങ്ങൾക്ക് ഫാമിലിക്കാണെങ്കിൽ ഫാമിലി സെലക്ട് ചെയ്യാം, ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ആണെങ്കിൽ ഓൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലേ വന്നിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് കൺഫേം ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ ട്രാൻസ്ലേഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കും മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഫെഡറൽ ബാങ്കിലേക്കാണ് മണി ട്രാൻസ്ഫർ ചെയ്തത്. ഞാനിവിടെ ഫെഡ് ബുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അയച്ച എമൗണ്ട് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കും SIB മിറർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷൻ എങ്ങനെ ലോഗിൻ ചെയ്യാം, അതുപോലെ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം, MPIN എങ്ങനെ റീസെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാം, അതുപോലെ ATM കാർഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.